നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ അവധികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രവാസികളുടെ കീശുകാലിയാക്കുന്ന നയമാണ് വിമാന കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിന് ശേഷം നാട്ടിൽ പോകാൻ തയ്യാറായ പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് കനത്ത തിരിച്ചടിയാണ്. UAEക്ക് പിന്നാലെ ഇതാ കുവൈറ്റിൽ പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് 76 അധിക വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും തിരക്കും വിമാന ടിക്കറ്റ് വില വർധനയും തുടരുന്നതായി റിപ്പോർട്ടുകൾ. 70 മുതൽ 150% വരെയാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചത്. അവധി ആഘോഷത്തിന് വിദേശത്തേക്ക് പോകുന്ന കുവൈറ്റുകളും ഹ്രസ്വകാലാവധിക്ക് നാട്ടിൽ പോകുന്ന പ്രവാസികളുമാണ് വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം. 2800 വിമാനങ്ങളാണ് അവധി ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ചെറിയ പെരുന്നാളിന് തുടർച്ചയായ 9 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചതോടെയാണ് യാത്രക്കാരുടെ തിരക്കും ടിക്കറ്റ് നിരക്കും കൂടിയത്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമാന കമ്പനികൾ മത്സരിച്ച് നിരക്ക് ഉയർത്തുന്നതോടെ നാട്ടിലേക്ക് പോകാൻ കഴിയാതിരിക്കുകയാണ് സാധാരണക്കാരായ പ്രവാസികൾ. നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് കിട്ടാനില്ല. എന്നാൽ കണക്ഷൻ വിമാനങ്ങളാകട്ടെ 6 ഇരട്ടിയാണ് നിരക്ക്. കോവിഡ് മൂലം നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിഷമിച്ച പലരും ഈദ് ആഘോഷിക്കാനെങ്കിലും നാട്ടിൽ പോകാമെന്ന് കരുതിയെങ്കിലും അതിന് കഴിയാതെ വിഷമിക്കുകയാണ്. UAEയിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ സീറ്റില്ല. ചില വിദേശ എയർലൈൻ പരിമിതി സീറ്റ് ലഭ്യമാണെങ്കിലും 6 ഇരട്ടി തുക നൽകണം. മറ്റു രാജ്യങ്ങൾ വഴി കണക്ഷൻ വിമാനത്തിൽ പോകുകയാണെങ്കിലും ഏതാണ്ട് ഇതേ നിരക്ക് നൽകേണ്ടി വരും. UAEയിൽ പെരുന്നാളിന് 9 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചതോടെയാണ് നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത പലരുടെയും കൈപ്പൊള്ളിയത്. 5 ഇരട്ടി വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വർധന. ഇന്നലെ ടിക്കറ്റിനായി സമീപിച്ചവരോട് 2550 ദിർഹം, അതായത് 53,126 രൂപ മുടക്കാനുണ്ടെങ്കിൽ ഒരു വൺ വേ ടിക്കറ്റ് ഒപ്പിക്കാമെന്നായിരുന്നു ട്രാവൽ ഏജന്റുമാരുടെ മറുപടി. 10 ദിവസം മുൻപ് 350 ദിർഹത്തിന്, അതായത് 7291 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ടിക്കറ്റാണ് ഇപ്പോൾ ഇരട്ടി വില വരുന്നത്. മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, കൊളംബോ തുടങ്ങിയ സ്ഥലങ്ങൾ വഴി കണക്ഷൻ വിമാനത്തിന് 2100 ദിർഹത്തിന്, അതായത് 43,751 രൂപ മുകളിലാണ് ശരാശരി നിരക്ക്.